അല്ല, വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ് ഒരു ക്രെഡിറ്റ് ചോദിച്ചാൽ. പക്ഷേ അവകാശവാദങ്ങളും അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് നല്ലൊരു തുറമുഖം വരണമെന്ന് ആഗ്രഹിച്ച് വളരെ സത്യസന്ധമായി പ്രവർത്തിച്ച പലരും കേരളത്തിലുണ്ട്. സർ CP-യുടെ കാലത്ത് പ്രവർത്തനം വന്നിട്ടുണ്ട്. ശ്രീ K. കരുണാകരൻ്റെ കാലത്ത് പ്രത്യേകിച്ച് M. V. രാഘവൻ, അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന ശ്രീ M. V. രാഘവൻ മുൻകൈയെടുത്ത് അതിനുവേണ്ടി കുറേ പ്രവർത്തനം നടത്തി. ഈ V. S. അച്യുതാനന്ദൻ തനിക്കെന്തെങ്കിലും ഒരു പദ്ധതി തൻ്റെ പേരിലും കുറിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. ഉമ്മൻചാണ്ടിയാണ് ഇങ്ങനെ ഒരു കരാറിലേക്ക് വരാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെതായ, നമുക്കറിയാം ഉമ്മൻചാണ്ടിക്ക് പ്രത്യേക കഴിവും താല്പര്യങ്ങളും ഇത്തിരി പരിപാടികളൊക്കെ ഇത്തിരി വലിയ പദ്ധതികളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. അദ്ദേഹം അത് ആ ലെവലിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെ ആ എഗ്രിമെൻറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതിനൊക്കെ തടസ്സം നീക്കി അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ കൊടുക്കാൻ പിണറായി സർക്കാരിന് സാധിച്ചു. അപ്പോൾ ഇവിടുത്തെ പല കാലഘട്ടത്തിൽ പഠിച്ച ഭരണാധികാരികളും അവരുടേതായ ലെവലിൽ ഇങ്ങനെ ഒരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്തിട്ട് നൂറ്റാണ്ടുകളായിട്ടും അതൊന്നും യാഥാർത്ഥ്യമായില്ല. പക്ഷേ അതിപ്പം യാഥാർത്ഥ്യമായത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് യാഥാർത്ഥ്യമാക്കിയത് ആരെന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിലെ BJP സർക്കാർ എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ക്രെഡിറ്റ് ഒരാളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കാണ്. ശരി, ഇപ്പോൾ ഇതിനെ ചൊല്ലി ഇങ്ങനെ ഒരു വിവാദത്തിൻ്റെ ആവശ്യകതയുണ്ടോ, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ? അല്ല, ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ യാഥാർത്ഥ്യം അറിയണമല്ലോ. പ്രത്യേകിച്ച് ഇത്രയും വലിയ പദ്ധതികളൊക്കെ വെക്കുമ്പം അതിൻ്റെ ഞങ്ങൾ എന്തോ നേടി, ഞങ്ങൾക്കിത് സാധിക്കും, അല്ലെങ്കിൽ LDF വന്നാൽ എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ഇപ്പോൾ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവകാശവാദം. അപ്പോൾ അത് അപ്പുറം നിന്ന് കൗണ്ടർ ചെയ്യാനുള്ള അർഹതപ്പെട്ട ആൾക്കാർ ഇപ്പുറം നിന്ന് അതല്ല അങ്ങനെയല്ലെന്ന് ചൂണ്ടിക്കാണിക്കും. അങ്ങനെയല്ല, ഇത് കേരളത്തിനും രാജ്യത്തിനും മൊത്തമായിട്ട് അഭിമാനിക്കാവുന്ന വലിയൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഗുണം കേരളത്തിനാണ് പ്രധാനപ്പെട്ട ഗുണം. ഒപ്പം രാജ്യത്തിന് മൊത്തം സാമ്പത്തിക രംഗത്തും അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ രീതിയിലുള്ള ബെനിഫിറ്റ് രാജ്യത്തിനുണ്ടാവും. കേരളത്തിന് പ്രയോജനം ലഭിക്കുന്ന ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഇന്നോ ഇന്നലെയോ അല്ല അറിഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. വിഴിഞ്ഞത്ത് ഇങ്ങനെ പണ്ട് രാജാക്കന്മാരുടെ കാലത്ത്, ഇവിടെ ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് രാജാക്കന്മാരുടെ കാലത്ത് പോലും ഇതൊരു തുറമുഖമായിരുന്നു. ആ തുറമുഖത്തിലൂടെ കേരളവും ഇന്ത്യയും മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്തിയിരുന്നൊക്കെ ഉള്ളതിൻ്റെ തെളിവുകളും രേഖകളും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഇത് വലിയ രീതിയിൽ വികസിപ്പിക്കാനുള്ള ഒരു പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ട് വന്നിരുന്നു. അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള കരുണാകരൻ്റെ കാലത്താണ് പിന്നെ ഇച്ചിരി നല്ല രീതിയിൽ അനക്കം വെച്ചത്. അത് യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇന്ന് ക്ലെയിം ചെയ്യുന്ന പലരുമാണ് അതിനെതിരെ തുരങ്കം വെച്ചത്. അങ്ങനെ രാഷ്ട്രീയമായിട്ടും പല ശക്തികളുടെ സമ്മർദ്ദമായിട്ടും അന്താരാഷ്ട്ര ലോബികളുടെ ഇടപെടലൊക്കെ മൂലമായിരിക്കാം ഇങ്ങനെ നീണ്ടുപോയി. അങ്ങനെയുള്ള സമ്മർദ്ദ ശക്തികളെയൊക്കെ അടിച്ചൊതുക്കി അല്ലെങ്കിൽ അവർക്ക് സമ്മർദ്ദം ചെലുത്താനുള്ള സാഹചര്യം ഇല്ലാതാക്കിക്കൊണ്ട് ഇതുകൊണ്ട് മുന്നോട്ട് പോയതിന് മുഴുവൻ 100% ക്രെഡിറ്റും അങ്ങനെ നോക്കുമ്പോഴത്തേനും കേന്ദ്ര ഗവൺമെൻറ്റാണ്. നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്താ പറ്റിയില്ലല്ലോ. കേരളത്തിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരേ സർക്കാർ ഭരിച്ചപ്പോൾ, ഒരേ പാർട്ടി ഭരിച്ചപ്പോൾ, അല്ലെ മുന്നണി എന്ന് പറഞ്ഞാൽ ഒരേ പാർട്ടി ഭരിച്ചപ്പം ഈ സാധനം ഇത് വലിയ ലൈവായിട്ട് വന്നാൽ അന്ന് പോലും യാഥാർത്ഥ്യമാക്കിയില്ല. അപ്പം യാഥാർത്ഥ്യം അങ്ങനെ ആക്കിയതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കണമെന്ന് പറയുന്നത്.